അപ്പം നമുക്കിന്ന് കണ്ണൂർ കോക്ടെയിൽ ട്രൈ ചെയ്താലോ? കോക്ടെയിൽ എന്ന് കേൾക്കുമ്പം ആൽക്കഹോളിക് ആണെന്നൊന്നും വിചാരിക്കണ്ട. ആൽക്കഹോളൊന്നും ആഡ് ചെയ്യാത്തൊരു കോക്ടെയിലാണ് കേട്ടോ ഇത്. കണ്ണൂരാണെങ്കിലും ഞാൻ ഈ കോക്ടെയിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്നാണേ. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ക്യാരറ്റ് എടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പപ്പായയാണ്. അത്യാവശ്യം നന്നായി പഴുത്ത പപ്പായ എടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്കിന്ന് ഇവിടെ കിട്ടിയത് അധികം പഴുത്തിട്ടില്ലായിരുന്നു. നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ കട്ട് ചെയ്ത പപ്പായയും അതുപോലെ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന ക്യാരറ്റും അതുപോലെ കുറച്ച് പാലും പിന്നെ കുറച്ച് ഐസ്ക്രീമും വാനില ഐസ്ക്രീമാണ് ഞാൻ യൂസ് ചെയ്തത് ഗോ സീറോ എന്ന് പറഞ്ഞ ഒരു ഐസ്ക്രീം ബ്രാൻഡാണ് കേട്ടോ. ഇതിൽ ആഡഡ് ഷുഗറൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു 2-3 സ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് മാതള നാരങ്ങയും അതുപോലെ കാഷ്യൂ റൈസിൻസും ചെറുതായിട്ട് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഈ അരച്ച് വെച്ച മിക്സും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ റെഡിയായി. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.